ഹലോ മൈ ഫ്രണ്ട്സ്, ലിസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ പോസ്റ്റ് ഐസ് വെച്ച് മസാജ് ചെയ്യുന്നവർക്ക് ഉള്ളതാണ് കേട്ടോ. നിങ്ങൾ അറിയേണ്ട കാര്യങ്ങളാണ്. ഇത് മാത്രമല്ല, നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ഷെയർ ചെയ്യുമേ. ഈ ഐസ് ഡയറക്റ്റ് വെച്ച് മസാജ് ചെയ്യുന്ന ഒത്തിരി പേരെ എനിക്കറിയാം കേട്ടോ. ഒത്തിരി പേര് എൻ്റെ അടുത്ത് ഇത് പറയാറുണ്ട്, അവർ ഡയറക്റ്റ് മസാജ് ചെയ്യുന്നത്. ഒരിക്കലും നമ്മൾ ഐസ് ഡയറക്റ്റ് മസാജ് ചെയ്യരുത്. അത് ഞാൻ ആദ്യമേ പറഞ്ഞോട്ടെ. ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം, നമ്മുടെ സ്കിന്ന് ഈ ഐസ് വയ്ക്കുമ്പോൾ ഒരു പൊള്ളലുണ്ടല്ലോ, സ്കിന്ന് പൊള്ളും. അതോടൊപ്പം തന്നെ നമ്മുടെ സ്കിന്നിൽ ഉപരിതലത്തിൽ വളരെ തിന്നായിട്ടുള്ള ബ്ലഡ് വെസൽസാണ്. ഇതെല്ലാം പൊട്ടുന്നതിനും അതിൻ്റെ ഫലമായിട്ട് ഇത് അവിടെ റെഡ്നെസ്സായിട്ട് പെർമനൻ്റായിട്ട് മുഖത്ത് അത് കിടക്കും കേട്ടോ. അതുകൊണ്ട് ഒരു കാരണവശാലും ഐസ് ഡയറക്റ്റ് മുഖത്ത് വയ്ക്കാൻ പാടില്ല. അതാണ് എനിക്ക് ആദ്യം നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ. പിന്നെ നമ്മൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഐസ് എടുത്തിട്ട് ഒരു പേപ്പർ ടവലിലോ അല്ലെങ്കിൽ ഒരു ഹാൻഡ് കർച്ചീഫിലോ, അതും അല്ലെങ്കിൽ നല്ല കോട്ടൺ തുണിയിൽ പൊതിഞ്ഞ് ഒരു 2 മിനിറ്റ് വെച്ച് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് അത് നമുക്ക് മുഖത്തിൽ അപ്ലൈ ചെയ്യാം. പിന്നെ മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ, ഒരു ഭാഗത്ത് തന്നെ കുറേ നേരം വയ്ക്കരുത്. പെട്ടെന്ന് അങ്ങ് മസാജ് ചെയ്താൽ മതി. ഒരു 2 മിനിറ്റ് കൂടുതൽ ഐസ് മസാജ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അതും പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. 2 മിനിറ്റ് ചെയ്താൽ മതി. പിന്നെ ഐസ് മസാജ് ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം നമ്മൾ ചെയ്യണമല്ലോ, എന്താ? ക്ലെൻസ് ചെയ്യണം അല്ലേ? നമ്മൾ ആ മുഖം നന്നായിട്ട് ക്ലെൻസ് ചെയ്തിട്ട് വേണം ഐസ് മസാജ് ചെയ്യാൻ. അതിന് ശേഷം മുഖം തുടച്ചതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. ഇതാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ. ഇനി ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്താണെന്നോ, ആദ്യത്തെ ഗുണം, നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ, സ്കിന്നിലെ ബ്ലഡ് സർക്കുലേഷൻ കൂടും. ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോൾ എന്താ സംഭവിക്കുക? സ്കിന്ന് നല്ല ഗ്ലോ ആവും അല്ലേ? ഈ പോഴ്സൊക്കെ ചുരുങ്ങും. അതിൽ ഉപരി പഫിനെസ് ഉള്ളവർക്കും ഇൻഫ്ലമേഷനൊക്കെ ഉള്ളവർക്കും ഒക്കെ അത് കുറയുന്നതിന് ഇത് വളരെ എഫക്റ്റീവാണ്. കുരുവൊക്കെ വന്ന് വീർത്തിരിക്കുന്നവർക്കൊക്കെ ഇത് വളരെ എഫക്റ്റീവാണ് ഐസ് മസാജ്. അതാണ് ഐസ് മസാജിൻ്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും നമ്മളെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി നമ്മൾ ഈ ഐസ് മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് എല്ലാം അതിൽ മിക്സ് ചെയ്തെങ്കിൽ വളരെ ഡബിൾ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും കേട്ടോ. ഉദാഹരണത്തിന്, നിങ്ങളുടെ നിറയെ മുഖക്കുരുവാണ്, ഓയിലി സ്കിന്നാണ്, പോഴ്സ് വലുതാണ്, ഇങ്ങനെയൊക്കെ ഉള്ളവർ വെറുതെ മസാജ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതിൻ്റെ ഇരട്ടി ഗുണം കിട്ടാൻ എന്താ ചെയ്യേണ്ടതെന്നോ, നമുക്ക് ഗ്രീൻ ടീയും മിൻറ്റ് ജ്യൂസും കൂടെ, പുതിന ജ്യൂസും കൂടെ മിക്സ് ചെയ്ത് അതൊരു ഐസ് ട്രേയിൽ ഒഴിച്ച് വെക്കാം. അപ്പോൾ ഒരു ഗ്രീൻ ടീ എന്ന് പറയുമ്പോൾ ഒരു 5 സ്പൂൺ മതി കേട്ടോ. അത് എങ്ങനെ തിളപ്പിച്ച് ആറ്റിയത് നല്ല റൂം ടെമ്പറേച്ചറിലായത് വേണം കേട്ടോ വെക്കാൻ. അതിലേക്ക് 1 സ്പൂൺ അല്ലെങ്കിൽ 2 സ്പൂൺ പുതിന ജ്യൂസ്. ഓക്കെ, പുതിന ജ്യൂസും കൂടെ നമുക്ക് മിക്സ് ചെയ്ത്, ഇനി പുതിന നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ആവി കയറ്റിയിട്ട് ജ്യൂസ് എടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇല്ല, അങ്ങനെ തന്നെ ജ്യൂസ് എടുത്താലും കുഴപ്പമില്ല. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ട്രേയിൽ ഒഴിച്ച് അവിടെ വയ്ക്കുക. എല്ലാ ദിവസവും ഇത് നമുക്കെടുത്ത് 2 മിനിറ്റ് ഒന്ന് മസാജ് ചെയ്യാം കേട്ടോ. ഒരാഴ്ചയ്ക്കുള്ളത് ഉണ്ടാക്കി വെച്ചാൽ മതി കേട്ടോ. കാരണം ഇത് നമ്മൾ നാച്ചുറൽ ആയതുകൊണ്ട് ചീത്താവാൻ ഉള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇത് ഉണ്ടാക്കി ഒരാഴ്ചത്തേക്ക് വെക്കുക. അപ്പോൾ ഗ്രീൻ ടീ എന്ന് പറയുമ്പോൾ നിറയെ ആൻറ്റി ഓക്സിഡൻസ് ആണ്. അതിൽ തന്നെ ബാക്ടീരിയ, നമ്മുടെ മുഖക്കുരു ഉണ്ടാക്കുന്ന ബാക്ടീരിയയൊക്കെ നശിപ്പിക്കാനുള്ള കഴിവുള്ള ആൻറ്റി ഓക്സിഡൻസും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് പ്രത്യേകം നിങ്ങളത് മനസ്സിലാക്കണം, അത് ചെയ്യണം. പിന്നെ പുതിന എന്ന് പറയുമ്പോൾ ഡെഡ് സ്കിൻ, സാലിസിലിക് ആസിഡ് ധാരാളം ഉണ്ട്. അപ്പോൾ ഡെഡ് സ്കിൻ പോയി നമ്മുടെ സ്കിൻ ഗ്ലോ കിട്ടുന്നതിനും പിന്നെ ഒന്ന് ഫ്രഷ് ആകുന്നതിനും എല്ലാത്തിനും പുതിന ലീവ്സ് ജ്യൂസ് നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഓയിലി സ്കിന്നുള്ളവരുടെ കഴിഞ്ഞേ. ഇനി അടുത്തത് ഡ്രൈ സ്കിന്നാണ്. അല്ലാണ്ട് നിങ്ങളുടെ ഡ്രൈ സ്കിന്നാണെങ്കിൽ ഏറ്റവും നല്ല അലോവേറ ജ്യൂസാണ്. അലോവേറ ജ്യൂസ് ഉണ്ടാക്കി ഞാൻ പറയുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇനി നിങ്ങളുടെ കയ്യിൽ പിന്നെ നല്ല ജെല്ലുണ്ടെങ്കിൽ അതും നമുക്ക് ഐസ് ട്രേയിൽ വെക്കാം കേട്ടോ. എന്നിട്ട് ജ്യൂസ് ഉണ്ടാക്കി ഐസ് ട്രേയിൽ വെക്കുക. എന്നിട്ട് എല്ലാ ദിവസവും നമുക്ക് 2 മിനിറ്റ് മസാജ് ചെയ്യാം. ആരുടെ? ഡ്രൈ സ്കിന്ന്. പിന്നെ മിൽക്കും ഹണിയും കൂടെ നല്ലതാണ് കേട്ടോ. മിൽക്കിൽ ധാരാളം ലാക്റ്റിക് ആസിഡ് ഉണ്ട്. ഹണി ആണെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ഈർപ്പത്തെ നിലനിർത്തുന്നതിന് വളരെ ഹെൽപ്പ് ചെയ്യും. നാച്ചുറൽ ഹ്യൂമിറ്റൻ്റ് ആണ്.
ഹണി. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആ ഡ്രൈനെസ് പോകുന്നു. പിന്നെ മിൽക്കിൽ AH ധാരാളമുണ്ട്. അപ്പോൾ ഇതെല്ലാം ഡെഡ് സ്കിൻ പോകുന്നതിനും സ്കിൻ ഗ്ലോ കിട്ടുന്നതിനും ഡ്രൈനെസ് പോകുന്നതിനും മോയ്സ്ചറൈസർ ഈർപ്പം നിലനിർത്തുന്നതിനും എല്ലാത്തിനും പറ്റിയ 2 നാച്ചുറൽ റെമഡിയാണ് മിൽക്കും ഹണിയും. ഓക്കെ, അപ്പോൾ ഓയിലി സ്കിൻ ടൈപ്പ് ഉള്ളവർക്കും ഞാൻ തന്നു, ഡ്രൈ സ്കിൻ ഉള്ളവർക്കും ഞാൻ തന്നു കേട്ടോ, റെമഡി തന്നേ. ഇനി നമുക്ക് പിന്നെ ഡൾ സ്കിന്ന്, ഏജിങ് സ്കിന്ന്, ഡാർക്ക് സ്പോട്ടൊക്കെ ഉള്ള പിന്നെ സ്കിന്ന്, മുഖത്ത് കരിവാളിപ്പൊക്കെ വന്നവർക്ക്, കരിമംഗല്യമൊക്കെ ഉള്ളവർക്കുള്ള ഒരു ഐസാണ് ഞാൻ പറയുന്നത് കേട്ടോ. അതിന് നമുക്ക് വേണ്ടത് എന്താണെന്നോ, പിന്നെ നമ്മുടെ ടൊമാറ്റോ ജ്യൂസാണ്. ടൊമാറ്റോ ജ്യൂസ് എന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, സൺ ടാനിനെ പ്രതിരോധിക്കാൻ നല്ലതാണ്. അതുപോലെ ഇതിനകത്തുള്ള ലൈക്കോബിൻ കളറ് കിട്ടുന്നതിനും തിളക്കം കിട്ടുന്നതിനും എല്ലാത്തിനും നല്ലതാണ്. പിന്നെ നമ്മൾ ഒരു നുള്ളു മഞ്ഞൾ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. മഞ്ഞൾ ചേർക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ധാരാളം മഞ്ഞളിലുണ്ടല്ലോ. മാത്രമല്ല നമ്മുടെ സ്കിന്നിൻ്റെ കളറ് ബൂസ്റ്റ് ചെയ്യുന്നതിനും മഞ്ഞൾ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അതുകൊണ്ട് ഈ ഡള്ള് അതുപോലെ ഡാർക്ക് സ്പോട്ടൊക്കെ ഉള്ളവർക്ക് ഞാൻ ഈ പറയുന്ന ഒരു 5 സ്പൂൺ ടൊമാറ്റോ ജ്യൂസിൽ ഒരു നുള്ള് കേട്ടോ, ഒരു കുഞ്ഞു നുള്ളു മതി, അധികം വേണ്ട. ചിലവർക്ക് അലർജി ഉണ്ടാവുമല്ലോ, മഞ്ഞൾ അലർജി ഉള്ളവർ ഇടണ്ട കേട്ടോ, അത് ഞാൻ പ്രത്യേകം പറയുവാണ്. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് ഐസ് ട്രേയിൽ ഒഴിക്കുക, ഫ്രീസറിൽ വെക്കുക. എല്ലാ ദിവസവും നമുക്ക് 2 മിനിറ്റ് ഇതെടുത്ത് മസാജ് ചെയ്യാം. ഇനിയിപ്പോൾ ചോദിക്കും, ഒരു ഐസ് തീർന്നില്ലെങ്കിൽ അത് വീണ്ടും ഉപയോഗിക്കാവുന്നു. തീർച്ചയായിട്ടും വീണ്ടും ഉപയോഗിക്കാം. അതൊന്ന് കഴുകി അതിനകത്തോട്ട് ഐസ് ട്രേയിൽ വെച്ചാൽ മതി. 2 മിനിറ്റല്ലേ നമ്മൾ വയ്ക്കുന്നുള്ളൂ. കോട്ടണിൽ പൊതിയണം കേട്ടോ, അത് മറക്കരുത്. പിന്നെ അടുത്ത സ്കിൻ ടൈപ്പാണ് സെൻസിറ്റീവ്. ഞാൻ എന്തു പറഞ്ഞാലും സെൻസിറ്റീവ് സ്കിന്നുകാർ താഴെ വന്ന് പറയും ഞങ്ങളുടെ കാര്യം പറഞ്ഞില്ല. അപ്പോൾ നിങ്ങളുടെ കാര്യം പറയുവാണെങ്കിൽ കുക്കുംബർ ജ്യൂസാണ് നിങ്ങൾക്ക് നല്ലത് കേട്ടോ. അപ്പോൾ കുക്കുംബർ ജ്യൂസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, 95% വെള്ളമാണ് കേട്ടോ. പിന്നെ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സെൻസിറ്റീവ് സ്കിൻകാരുടെ പ്രശ്നം എന്താണെന്ന് കഴിഞ്ഞാൽ അവർ പുറത്തോട്ട് ഇറങ്ങി കഴിയുമ്പോൾ അവർക്ക് മുഖം പൊള്ളുന്നു, ചൊറിയുന്നു, ചുമക്കുന്നു, അങ്ങനെ ഒത്തിരി അവർക്ക് പ്രശ്നമുണ്ട്. അപ്പോൾ ആ ഹീറ്റിനെ പ്രതിരോധിക്കാനായിട്ടാണ് നമ്മൾ ഈ കൂളിംഗ് എഫക്റ്റുള്ള കുക്കുംബർ ജ്യൂസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ കുക്കുംബർ ജ്യൂസ് നമുക്ക് ഇങ്ങനെ തന്നെ ട്രേയിൽ വെക്കുക, എടുത്ത് എല്ലാ ദിവസവും 2 മിനിറ്റ് നേരം മസാജ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാ സ്കിൻ ടൈപ്പിനും ഞാൻ പറഞ്ഞേ. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ, ഈ ട്രേ വൃത്തിയായിട്ടിരിക്കണം കേട്ടോ. നമ്മൾ ഓരോ പ്രാവശ്യവും നമ്മളിപ്പോൾ ഒരു ട്രേയിലുള്ളത് എടുത്തു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം നമ്മളത് ഒഴിച്ചു വയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും സോപ്പൊക്കെ ഇട്ട് കഴുകി നല്ല വൃത്തിയാക്കി ഇട്ട് വേണം നമ്മൾ ട്രേയിൽ ഇത് ഒഴിച്ചു വെക്കാൻ കേട്ടോ. കാരണം ഇനി ട്രേയിലുള്ള അണുക്കൾ നമ്മുടെ മുഖത്ത് പ്രശ്നം ഉണ്ടാക്കരുത്. അതുകൊണ്ട് തീർച്ചയായിട്ടും, അതുപോലെ ഫ്രീസറും നമ്മളിപ്പോൾ പിന്നെ മത്സ്യമാംസാദികളൊക്കെ വെക്കണ ഫ്രീസറായിരിക്കും. അതുകൊണ്ട് ഫ്രീസറും നന്നായിട്ട് ക്ലീൻ ചെയ്യണം. പിന്നെ ട്രേ വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് കവർ ചെയ്ത് വെക്കാം കേട്ടോ, അപ്പോൾ പേടിക്കണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് 2 മിനിറ്റ് മതിയില്ലേ. ഞാനെപ്പോഴും നിങ്ങൾ എല്ലാ ദിവസവും പാക്ക് ഇടേണ്ട 2-3 ദിവസമൊക്കെ ഇട്ടാൽ മതി എന്നാണല്ലോ പറയാറ്. പക്ഷേ ഈ ഐസ് മസാജ് എല്ലാ ദിവസവും നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഹാപ്പി ആയല്ലോ. അപ്പോൾ എല്ലാം വായിച്ചിരുന്നെങ്കിൽ എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.